ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കളറാണ് അല്ലെ? ഇന്ന് നമ്മുടെ വീഡിയോ വളരെ കളറാണ്. അപ്പൊ കളർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ ചെറുതാവുമ്പോഴേ നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുൻപേ നമുക്ക് കളർ പെൻസില്, ക്രയോൺസ് അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മുടെ നിറങ്ങളാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. നമുക്കൊരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ, ഇനി ഒരു ടോയ്സ് ആണോ, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് നല്ല കളറാണെങ്കിൽ അത് വളരെ ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഹിന്ദിയിൽ എന്താണ് നമ്മുടെ ഈ നിറങ്ങൾക്കൊക്കെ പറയുന്നത് എന്ന് പഠിക്കാം. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് നിറത്തിന് എന്ത് പറയും ഹിന്ദിയില്, അറിയാമോ? എന്നാ ആ വാക്ക് മിസ് ഇവിടെ എഴുതി തരാം. നമ്മൾ നിറത്തിന് ഹിന്ദിയിൽ രംഗ് എന്താണ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? രംഗ് എന്ന് പറയുന്നു. രംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിറം. നമ്മൾ മലയാളത്തിൽ ഒരു രംഗം എന്ന് പറയുന്ന വേർഡ് ഉണ്ട് അല്ലെ? ഓരോ രംഗങ്ങൾ എന്ന് വെച്ചാല് ഓരോ സീനിനാണ് ഒരു രംഗം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മള് രംഗ് എന്ന് പറഞ്ഞാൽ നിറമാണ്. അപ്പൊ ഇതൊക്കെ ഓരോ രംഗാണ്. ഇനി ഇവയ്ക്കൊക്കെ എന്താ പറയുന്നത് നോക്കാം. ഈ ചിത്രത്തിൽ നമ്മൾ കുറച്ച് നിറങ്ങൾ കാണുന്നുണ്ട്. ആദ്യം ചുവപ്പ്, നീല, പച്ച, മഞ്ഞ, പിങ്ക്, കറുപ്പ് അല്ലെ? അപ്പൊ ഇതിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും റെഡിന് എന്താണ് പറയുന്നത്? ലാൽ എന്നാണ്. റെഡിന് നമ്മൾ ഹിന്ദിയിൽ പ്രയോഗിക്കുന്ന വേർഡ് ഏതാണ്? ലാൽ. അടുത്തത് നീലയാണ്. നീലയ്ക്ക് നമ്മൾ ഹിന്ദിയിലും നീല എന്ന് തന്നെ പറയുന്നു. അടുത്തത് ഗ്രീൻ ആണ്. ഗ്രീൻ എന്ന് പറയും? ഹര. ഹരേ ഖേത് എന്ന് വെച്ചാൽ പച്ചപ്പുള്ള പച്ച വയൽ അല്ലെ? അപ്പൊ ഇവിടെ ഹര എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, പഠിക്കണം. ഹര എന്ന് പറഞ്ഞാൽ പച്ചയാണ്. അപ്പൊ നിങ്ങളോട് ഒരു ചെടിയുടെ നിറം പറയുകയാണെങ്കിൽ അല്ലെ, ഇനി പൂക്കളുടെ നിറം പറയുകയാണെങ്കിൽ നമുക്ക് മറ്റു കളറുകൾ, ഒരു പൂവിന്റെ ഒരു നിറം പറയൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ പറയാം. അതിൽ നിങ്ങൾക്ക് ലാല് പറയാം, നീല പറയാം, പീല പറയാം. പക്ഷേ നമ്മളൊരു ചെടിയുടെ ഇലയുടെ നിറം എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് പച്ച അല്ലെ, ഹര എന്ന് തന്നെയാണ്. അടുത്തത് നമ്മൾ യെല്ലോ ആണ്. യെല്ലോയ്ക്ക് എന്ത് പറയും? പീല. പീല എന്ന് പറയുന്നത് ആരെയാണ്? യെല്ലോയാണ്. ഇനി പിങ്ക്. പിങ്ക് കളറിലുള്ള റോസാപ്പൂ എന്തൊരു ഭംഗിയാ അല്ലേ? അപ്പൊ നമ്മള് ഗുലാബ് എന്ന് പറഞ്ഞാൽ റോസാണ്. ഇവിടെ ഗുലാബി എന്നാണ് നമ്മൾ പിങ്ക് കളറിന് ഹിന്ദിയിൽ പറയുന്നത്. എന്താണ് പറയുന്നത്? ഗുലാബി. ഗുലാബ് എന്ന് പറഞ്ഞാൽ എന്താ? റോസ്. അപ്പൊ ഗുലാബി എന്ന് പറയുന്നത് എന്തിനെയാണ്? പിങ്ക് കളറിനെയാണ് ഗുലാബി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണുന്ന കറുപ്പാണ്. കറുപ്പിന് ഹിന്ദിയിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? കാല. അപ്പൊ കാല എന്ന് പറഞ്ഞാൽ എന്താണ്? കറുപ്പ്. അപ്പൊ അങ്ങനെ വരുന്ന കുറച്ച് പദങ്ങൾ പറഞ്ഞു നോക്കാം. കാലേ ബാൽ, കറുത്ത മുടി. കാല കൗവ എന്ന് വെച്ചാൽ കറുത്ത കാക്ക. അപ്പൊ ഇങ്ങനെ ഓരോ നിറങ്ങളും നമുക്ക് ഓരോ സെന്റൻസുകളിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ആവശ്യം വരും. അപ്പൊ നിറങ്ങളുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ഈ ചിത്രത്തിനൊന്ന് കളർ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ഏതാ നോക്കൂ. ഏതൊക്കെ നിറങ്ങളുണ്ട് ഈ ചിത്രത്തിൽ? പീല അല്ലെ? കറക്റ്റ് ആയിട്ട് പറഞ്ഞോ? ഇത് പീലയാണ്. പീല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു മഞ്ഞ. ഇനി നമ്മൾ ഇതിന് പച്ച കൊടുക്കുകയാണെങ്കിലോ? പച്ചയ്ക്ക് നമ്മൾ എന്താ പറയുന്നത് ഹിന്ദിയില്? ഹര. ഇനി അതിന്റെ അടുത്ത് നമ്മൾ ഒരു റെഡ് കൊടുത്താലോ? അതെന്തായി മാറി? ലാൽ. ഇപ്പൊ നമ്മൾ ഇവിടെ പീല കൊടുത്തു അല്ലെ? പീലെ ഓർ നീലെ. എന്താണ്? അപ്പൊ നമുക്കിത് ഫിഷ് എന്ന് പറയണോ അതോ മച്ഛലി എന്ന് പറയാം അല്ലെ? നമ്മളിപ്പോ ഹിന്ദി വീഡിയോയിലല്ലേ. അപ്പൊ മച്ഛലി ക്യാ രംഗ് ക്യാ ഹേ? अब पीले है.
ഇനി അടുത്തത് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിൽ ഫിഷിന്റെ നിറം എന്താണ്? നീല. നമ്മൾ എന്താ പഠിച്ചത്? നീല. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, ഇത് ഏതാ നിറം? മറക്കരുത്, ഇപ്പം മിസ് ചെയ്യുന്ന നിറം നീല. നേരത്തെ നമ്മൾ കൊടുത്തു, എന്താ നേരത്തെ കൊടുത്തത്? പീല. പീലെ ഓർ നീലെ രംഗ്. ഇപ്പൊ പകുതിയോളം നമ്മുടെ ഈ മച്ചിലിയുടെ കളർ റെഡി ആയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഇതിൽ ഏതൊക്കെ നിറങ്ങൾ കൊടുത്തു? പീല നൽകി, നീല നൽകി. ഇനി ബാക്കി ആരാ കൊടുക്കേണ്ടത്? നിങ്ങൾ തന്നെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഇതുപോലെ ഒരു മച്ചിലിയെ വരയ്ക്കണം. എന്നിട്ട് അതിന് പീലയും നീലയും നൽകി ഈ മച്ചിലിയെ മുഴുവൻ കളർ കൊടുത്ത് സഹായിക്കാമോ? അപ്പൊ ഉടനെ ചെയ്തേ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തേ, എങ്കിലേ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ബൈ.